അല്ല, ജാസ്മിൻ വളരെ മര്യാദയ്ക്ക് മാപ്പ് പറഞ്ഞു. അതെ. പക്ഷേ സായി ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. നമുക്ക് ഈ റീൽ പട്ടായ പോയല്ലോ, ആ പട്ടായ പോയി കാണിക്കുന്നത് എന്തിനാണ്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി കാണിക്കണം. ഇതെന്തിനത്ര വാശി? ഞാൻ ജാസ്മിനെ തെറ്റുപറ്റിയെന്ന് പറയാം. ആ തെറ്റ് അവൾ മനസ്സിലാക്കി, അവൾ പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞു. പക്ഷേ ജാസ്മിനെ ന്യായീകരിക്കാൻ വേണ്ടി വരുന്നവർ കാണിക്കുന്നത് മര്യാദയാണ്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി, ഒരാളുടെ അടുത്ത് ഞാൻ ഇവരോടും പറഞ്ഞു, എനിക്ക് എങ്ങനെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്, ഒരു സ്ഥലത്ത് നിന്ന് കയറാൻ പറ്റത്തില്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ വിന്നർ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ നാണക്കേടായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ തന്നെ പറഞ്ഞു. ഒരു പെണ്ണിന്റെ ഒരു വീഡിയോ കണ്ടിട്ട്, അല്ലെങ്കിൽ അവളുടെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടിട്ട് ഒരു കമന്റ് ഇട്ട് ഒന്ന് ആസ്വദിക്കണം. കാര്യം ഇവന്റെ അമ്മയും പെങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും തള്ളയ്ക്കുന്ന എന്തെങ്കിലും വിളിക്കണമെന്ന് ഇവന് കമന്റ് ഇടാൻ പറ്റുന്നില്ല. ഇവന് പ്രാന്ത് പിടിക്കും. ഇവനെ പ്രാന്ത് പിടിപ്പിക്കാൻ ബെസ്റ്റ് ഓപ്ഷൻ കമന്റ് സെക്ഷൻ ഓഫ് ചെയ്യാനുള്ള. ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിന് സിനിമ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യത്തില്ല. ഈ PR-കാർ വിളിച്ചു ഇവർ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ എനിക്കും ഞാൻ പറഞ്ഞു, നിങ്ങളാരും എന്നെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ദേവി തീർക്കരുത്, അല്ലെങ്കിൽ ഈ പുറത്തിറങ്ങി ഞാൻ പോകുന്ന ആളല്ല. അതിൽ പണ്ട് ലിസ്റ്റിൻ സ്റ്റീഫന്റെ ചിറകൊടിഞ്ഞ കിനാക്കൾ എന്ന് പറയുന്ന പടം ഇറങ്ങിയ സമയത്ത് അഴകിയ രാവണൻ സിനിമയിലെ ഇതാണല്ലോ ചിറകൊടിഞ്ഞ കിനാക്കൾ. അപ്പോൾ ആ പ്രൊഡ്യൂസർ കേസ് കൊടുത്തു. അങ്ങനെ അന്നത്തെ എന്തോ 15 ലക്ഷം രൂപ എന്തോ കൊടുത്തങ്ങാണ്ട് സെറ്റിൽ ചെയ്തിട്ടായി പടം ഇറക്കിയെന്ന് ഇവരിങ്ങനെ സംസാരിച്ചു. അപ്പോൾ ആനണി ചേട്ടൻ തന്നെ പറഞ്ഞു, അഖിലിന്റെ പടത്തിന് ഞാനൊരു സപ്പോർട്ട് ചെയ്ത് തരാം, ഞാനൊരു സ്റ്റേയും കൊടുക്കാതെ. ഞാൻ എന്റെ ജീവിതത്തിൽ ആകെപ്പാടെ ഹോം എന്ന സിനിമ കണ്ട് മാത്രമേ ഉള്ളൂ എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ട് എല്ലാവരും പറഞ്ഞു കണ്ടുള്ളൂ. അത് ഒരുപാട് സിനിമയിൽ ഉപയോഗിച്ച ഫോർമുലയാ ഹോമില്. ഭയങ്കരമായിട്ട് കണക്ട് ആയി എല്ലാവർക്കും ഭയങ്കര ഇതായിട്ട്. പക്ഷെ അല്ലാതെ ബാക്കി ഏത് സിനിമ ഇറങ്ങിയാലും അതിന് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. കത്തനാർ സിനിമയുടെ പോസ്റ്റർ ഞാൻ കണ്ടു. അപ്പോൾ ജയസൂര്യക്ക് ആശംസ വെച്ചുകൊണ്ട് പോസ്റ്ററാണ്. അതിൻ്റെ അടിയിലെ കമൻറ്റ്സ് ഞാൻ വായിച്ചിട്ട് ഞാൻ തന്നെ ആലോചിച്ച്, ജയേട്ടൻ ഒരു പടം ചെയ്തിട്ട് 3 വർഷമായി. അയാളെ എന്തും വേണ്ടി ഇനി ചുമ്മാ കമന്റ് ഒന്ന് വായിച്ചു നോക്കും. ഒരു കാര്യവുമില്ലാതെ ചുമ്മാ എപ്പോഴും സ്ക്രോൾ ചെയ്ത് നോക്കും. മലയാള സിനിമ വർക്ക് വായിക്കണ്ട. മിൽമ മിൽക്ക് വിഷസ് യു എ ഹാപ്പി ഓണം. ഇപ്പോൾ ഇപ്രാവശ്യം നേരത്തെ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ സംഭവമുണ്ട്. മുള്ളൻകൊല്ലി എന്ന് പറയുമ്പോൾ നമുക്ക് മുള്ളൻകൊല്ലി വേലായുധം വരെ നിന്നിരുന്ന സ്ഥാനത്ത് നിന്ന് അടുത്തൊരു സ്ഥാനം മിഡ് നൈറ്റ് മുള്ളൻകൊല്ലിയിലേക്ക് എല്ലാരും വേലായുധം എന്ന് പറയുന്നത് എന്റെ കഥാപാത്രത്തിന്റെ പേര് അങ്ങനെ സംഭവം വന്നിരുന്നു. ഒരു അല്ലെങ്കിൽ താരം വേറെ വലിയ രസമുണ്ട് കേട്ടോ. ഞാൻ ട്രെയിലറിൽ ലാലേട്ടനെ കൊണ്ട് കാണിച്ചായിരുന്നു. അപ്പം ആൻഡ്രോ ചേട്ടനും ആന്റണി പെരുമ്പാവൂർ രണ്ടുപേരും പുറത്തുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ട്രെയിലർ കാണിക്കാൻ പോണെന്ന് നമ്മൾ കണ്ടിരുന്നു. അന്ന് ശരിയാ, അന്ന് നമ്മൾ ഇവിടെ വെച്ച് കണ്ടു. ശരിയാ, കറക്റ്റ്. അപ്പൊ ഇത് കണ്ടപ്പം ആന്റണി ചേട്ടൻ ഇങ്ങനെ പറയാണേ, മുള്ളൻകൊല്ലി നമ്മുടെ പടത്തിന്റെ പേരൊക്കെ ഇങ്ങ് എടുത്തിട്ടല്ലേ, ഒരു കാര്യം ചെയ്യാം, ഒരു സ്റ്റേ അങ്ങ് കൊടുക്കാം. കാര്യം എന്താന്ന് വെച്ചാൽ പണ്ട് ലിസ്റ്റിൻ സ്റ്റീഫന്റെ ചിറകൊടിഞ്ഞ കിനാക്കൾ എന്ന് പറയുന്ന പടം ഇറങ്ങിയ സമയത്ത് അഴകിയ രാവണൻ സിനിമയിലെ ഇതാണല്ലോ ചിറകൊടിഞ്ഞ കിനാക്കൾ. അപ്പോൾ ആ പ്രൊഡ്യൂസർ കേസ് കൊടുത്തു. അങ്ങനെ അന്നത്തെ എന്തോ 15 ലക്ഷം രൂപ എന്തോ കൊടുത്തങ്ങാണ്ട് സെറ്റിൽ ചെയ്തിട്ടായി പടം ഇറക്കിയെന്ന് ഇവരിങ്ങനെ സംസാരിച്ചു. അപ്പോൾ ആനണി ചേട്ടൻ തന്നെ പറഞ്ഞു, അഖിലിന്റെ പടത്തിന് ഞാനൊരു സപ്പോർട്ട് ചെയ്ത് തരാം, ഞാനൊരു സ്റ്റേ കൊടുക്കാതെ. അപ്പം ഞാൻ പറഞ്ഞു, സ്റ്റേ കൊടുത്തു അവസാനം നിങ്ങൾക്ക് തെറിവിളി കേൾക്കും, എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ പുള്ളി ആലോചിച്ചതാ, വേണ്ട നമുക്ക് നെഗറ്റീവ് ഒന്നും വേണ്ട, പോസിറ്റീവായിട്ട് തന്നെ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ലാലേട്ടൻ എന്ന് പറഞ്ഞു ശരിക്കും ഈ ഒരു പേര്. അല്ല, ലാലേട്ടൻ ട്രെയിലർ കണ്ടിട്ട് ആക്ഷനൊക്കെ നന്നായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. പറഞ്ഞില്ല, നന്നായി വരട്ടെ, ആശംസ. ഈ പേരുമായി കണക്ട് ചെയ്ത് എന്തെങ്കിലും അദ്ദേഹം നമുക്ക് ഇനി ഓർക്കുന്നുണ്ടോന്നുമില്ല, എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു സിനിമ പുള്ളി ചെയ്തോന്ന്. കാര്യം പൊതുവേ അദ്ദേഹത്തിന്റെ രീതി മനസ്സിലാക്കിയിടത്തോളം ഒരു സിനിമ കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി ആ സിനിമ മറക്കുന്ന ഒരാളാണ്. അതിങ്ങനെ കൊണ്ട് നടക്കാറൊന്നുമില്ല. പൊതുവെ ലാലേട്ടനെ കുറിച്ച് അങ്ങനെ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം. പഴയ സിനിമകളുടെ വിജയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയ സിനിമകളുടെ ഭയങ്കര അടിപൊളിയാണത്. അത് ഏറ്റവും നല്ല പരിപാടിയാണ്. നമ്മൾ എന്താ പറയുക, വെള്ളത്തിനകത്ത് അഴുക്കിങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പം ആ കുളം എത്രത്തോളം വൃത്തികേടാവും എന്ന് പറയുന്ന കണക്കാണ് നമ്മുടെ ഉള്ളിലേക്ക് നെഗറ്റിവിറ്റികൾ വീണുകൊണ്ടിരിക്കുമ്പോൾ അത്രയും ഇതാവും. അതേസമയം ഒഴുകി പോകുന്നതിനകത്ത് ഒന്നും കിടക്കത്തില്ലല്ലോ. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഒഴുകുന്ന നദി പോലെ ആയിരിക്കണം, കെട്ടിക്കിടക്കുന്ന ഒരു കുളം പോലെ ആവരുത്, വിട്ട് കളയണം. അല്ല, അപ്പോൾ എല്ലാം ഞാൻ എൻ്റെ പൊതു രീതി അതാണ്. എനിക്കിപ്പോൾ എന്ത് സംഭവിച്ചാലും നമ്മളെ മുന്നോട്ട് സഞ്ചരിക്കുക. പിന്നെ ഇത് മുള്ളൻകൊല്ലി എന്ന് പറയുന്നൊരു നാട്ടിൽ നടക്കുന്ന, ഒരു രാത്രിയിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് തുടങ്ങുന്നൊരു സിനിമയാണ്. അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാൻ എന്ന് വെച്ചാൽ തൊട്ടടുത്ത സീനിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നത് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നിപ്പിക്കത്തക്ക, അവസാനം വരെയും കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഉദ്യോഗജനകം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ത്രില്ലർ സിനിമ തന്നെയാണ്. ഈ ബിബിയിലെ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു, ഇപ്പൊ ആക്ടിങ് കഴിഞ്ഞു, ഇനി അത് എഴുത്തിന്റെ രൂപത്തിലോട്ട് കിടക്കാണ്. റൈറ്റർ അഭിഷേക് എന്നുള്ളൊരു പേര് കൂടെ ചേരുന്നുണ്ട്. ഇപ്പൊ എത്രത്തോളം എക്സൈറ്റഡ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം കഥകളുണ്ട്? ഞാൻ പറഞ്ഞില്ല, ഒരു 5 വർഷം ഇതിനെ പുറകെ നടന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും രക്ഷപ്പെടുവാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് നല്ല കഥകൾ വന്നില്ലെങ്കിലോ
എന്നാ പിന്നെ ഞാൻ തന്നെ കഥ എഴുതാം അങ്ങനെ പറഞ്ഞ് എഴുതിയ സാധനങ്ങൾ ഒരു 6 സ്ക്രിപ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എഴുതാനുള്ള കഴിവുകൊണ്ടാണോ അതോ സ്വന്തം ജീവിതത്തിൽ കുറെ കഥകൾ എനിക്കായിട്ട് തന്നെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്? ഏതാ കുറെ കൂടി പ്രചോദനം ഏതാ? അല്ല, എനിക്ക് ഭയങ്കര ക്രിയേറ്റീവായിട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പല സിറ്റുവേഷൻസ് ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാം. അപ്പൊ ഞാൻ ചില സ്വപ്നങ്ങളും കാണും, സ്വപ്നങ്ങളും എല്ലാം കാണുമ്പോഴത്തേക്ക് നല്ല ക്രിയേറ്റീവായിട്ട് സ്വപ്നം, അപ്പൊ ഇതൊക്കെ സിനിമ രസമായിരിക്കുമല്ലോ, അങ്ങനെ ഒരു ചിന്ത വരും. അങ്ങനെ ചിന്ത വന്നിട്ട് എഴുതിയ കുറെ സാധനങ്ങളുണ്ട്. അങ്ങനെ ഒരു 6 സ്ക്രിപ്റ്റോളം ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തു. അതിനകത്ത് 3 ഏത് ഷോക്കാണ്, അതിനകത്ത് ഒരെണ്ണത്തിന്റെ പൂജ കഴിഞ്ഞു, ബാക്കി 2 ബാക്കി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. അതും വൈകാതെ നമ്മൾ അനൗൺസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു സംഭവത്തോട്ട് വന്നോണ്ടിരിക്കുക. അപ്പം എനിക്ക് ടെൻഷൻ വെച്ചാൽ ജനങ്ങൾ ഇത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെടും, കാക്കിക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. അപ്പൊ എനിക്കത് ഇഷ്ടപ്പെടുന്നു. ഞാനത് പോയി ഒരാളോട് കഥ പറയുമ്പോൾ അവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാനിപ്പോ 2-3 ഡയറക്ടേഴ്സിനോട് കഥ പറഞ്ഞിട്ടുണ്ട്, അവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കഥകൾ. ബാക്കി ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഒരു സിനിമ ഒരിക്കലും നമുക്ക് 100% എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ആകെപ്പാടെ ഹോം എന്ന സിനിമ കണ്ട് മാത്രമേ ഉള്ളൂ എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ട് എല്ലാവരും പറഞ്ഞു കണ്ടിട്ടുള്ളൂ. ഒരുപാട് സിനിമയിൽ ഉപയോഗിച്ച ഫോർമുലയാ ഭയങ്കരമായിട്ട് കണക്ട് ആയി എല്ലാവർക്കും ഭയങ്കര ഇതായിട്ട്. പക്ഷെ അല്ലാതെ ബാക്കി ഏത് സിനിമ ഇറങ്ങിയാലും അതിന് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. KGF ഇല്ലേ, സലാർ എന്ന് പറഞ്ഞ പടമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാനത് 10-12 വട്ടം ഇത് കണ്ടിട്ടുണ്ട്. എനിക്കറിയാം അത് ഒരു വട്ടം പോലും കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ എനിക്കറിയാം. അപ്പൊ അത് വ്യത്യസ്തമാണ് ആൾക്കാരുടെ കാഴ്ചപ്പാട്, ഹോമില്ലേ കഥ പറയുമ്പോൾ സിനിമയുടെ കഥ എന്താ? തെറ്റിദ്ധരിക്കപ്പെട്ട ഒന്നിനും കഴിവില്ല എന്ന് പറഞ്ഞ് സമൂഹം ആക്ഷേപിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ പിന്നീട് സൂപ്പർ സ്റ്റാറിന്റെ വായിൽ നിന്ന് ജനം കേൾക്കുകയാണ് ഇയാൾ എന്റെ സുഹൃത്താണെന്ന് കേൾക്കുമ്പോൾ അയാളെ അതുവരെ പരിഹസിച്ചിരുന്ന ഒരു സമൂഹം അയാളെ ചേർത്ത് പിടിക്കാൻ അവരുടെ മനസ്സിൽ, കാരണം ഒരു കുറ്റബോധത്തിൽ നിന്ന് അയാളെ ചേർത്ത് പിടിക്കുന്നതാണ് കഥ പറയുമ്പോൾ അല്ലേ? ശരിക്കും ബാലേട്ടന്റെ ക്ലൈമാക്സ് എന്താ? കുടുംബം മൊത്തം തെറ്റിദ്ധരിച്ച് അവറ്റ ലാസ്റ്റ് അയാളുടെ വൈഫും പിള്ളേരും എല്ലാവരും അയാളെ തള്ളി പറഞ്ഞതിന് ശേഷം ഇന്നസെന്റിന്റെ കഥാപാത്രം വന്നിട്ട് ഇന്ന ആള് ബാലേട്ടൻ അങ്ങനെ ചെയ്തില്ല എന്ന് പറയുമ്പോൾ അയാളെ ചേർത്ത് പിടിക്കുകയാണ്. അതെ, തിരിച്ചറിവ്. ഹോമോ അത് തന്നെയാണ്. ഇതില് ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് ക്യാരക്ടർ വരുമ്പോ ഇപ്പോ നരസിംഹത്തിന്റെ ഞാൻ സ്ഫടികം അങ്ങനെ കുറെ അല്ല അങ്ങനെ പറഞ്ഞ കിരീടം അതിൽപ്പെട്ട തന്നെയാണ് അച്ഛന്റെ സ്വപ്നങ്ങൾ. പക്ഷെ അതിനെ ഈ മാറ്റി ചെയ്യുന്നതിലേ അല്ല അതാ ഞാൻ പറഞ്ഞ അതൊക്കെ ഫോർമുലകളാണ്. ഇപ്പം നമ്മളൊരു സ്ക്രിപ്റ്റ് ചെയ്യുമ്പം നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് മലയാള സിനിമകളിൽ ഇന്നലെ അവർ ഉപയോഗിച്ച ഒരുപാട് ഭാഷ എന്ന് പറയുന്ന സിനിമയുടെ ഫോർമുല അടുത്ത കാലത്ത് വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു നാട്ടിൽ വന്ന് ജീവിക്കുന്ന സാധാരണക്കാരനെ പോലെ ജീവിക്കുന്ന ഒരു അധോലോക ഗുണ്ട, അയാൾ ആരാണെന്ന് ഇന്നലെ വരെ നമുക്ക് തിരിച്ചറിയുന്നില്ല. ചിലപ്പോൾ നമ്മളൊരു സാധാരണക്കാരനൊക്കെ ഇപ്പം നമ്മളെ ഇവിടെ ഇപ്പം ദാവൂദ് ഇബ്രാഹിം ഒന്ന് കൊച്ചി താമസിക്കാന്ന് വെച്ചോ, ഏതെങ്കിലും കടയിൽ നിന്ന് പൊറോട്ട അടിക്കാന്ന് വെച്ചോ, നമുക്ക് ഇയാൾ ആരാ എന്തോന്നും അറിയത്തില്ല. നമ്മൾ പൊറോട്ട അടിക്കുമ്പോൾ ഇയാളാ എന്തുവാ സാമാനം ഇങ്ങനെയാണ് അടിക്കുന്നത്, ദാവൂദ് ഇബ്രാഹിമിനോട് ചോദിക്കുന്നത്. നമ്മൾ അറിയാതെ ഇയാളെ ചീത്തയെ വിളിച്ച് തലയ്ക്കൊരു തീമ്പ് കൊടുത്ത് ഇറങ്ങി പോയിട്ട് കുറെ ദിവസം കഴിയുമ്പോൾ അറിയുന്നത് കൊച്ചിയിൽ ഒരു 2 ഹെലികോപ്റ്ററിനകത്തൊക്കെ ആ പുള്ളി വന്ന് ഇറങ്ങുന്നുണ്ട്. കൊച്ചിരാജാല് പറഞ്ഞ പോലെ സൂര്യനാരായണ എനിക്കൊരു കഴിഞ്ഞ അപ്പൊ അവിടെ നമ്മളിങ്ങനെ വരുമ്പോൾ ഫ്ലാഷ് ബാക്ക് പോലെ ചിന്തിക്കും. നമ്മളില്ല ഇയാളുടെ മോന്തയ്ക്ക് പൊറോട്ട കൊള്ളത്തിലൊന്നും ഒരു അടി അടിച്ചത് പുള്ളി മറ്റേ ഹിന്ദി ക്ഷമിക്കാൻ പായി എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. അല്ല ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് സിനിമ ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞത് ഇതൊരു മാസ് സിനിമയുടെ ഒരു ബേസ് തോട്ടാണ്. ഇത് ഭാഷയിൽ ഉപയോഗിച്ച് പിന്നീട് ഇങ്ങനെ ഒരുപാട് കാലം ഇപ്പൊ നമ്മുടെ രാജമാണിക്യത്തിന്റെ കഥയല്ലേ പിന്നീട് ഒരുപാട് സിനിമ, അതായത് കുട്ടിക്കാലത്ത് നാട് വിട്ടുപോയി വലിയ ഗുണ്ടായിട്ട് തിരിച്ചു വരുന്നു. ഇത് ചട്ടമ്പി നാട് തന്നെയല്ലേ, പോക്കിരി രാജ തന്നെ, അണ്ണൻ തമ്പിൽ വേറെ സ്ഥലത്തോണ്ട് ഇങ്ങനെ പല തുറുപ്പുകൾ ഒക്കെ ഒരുപാട് സിനിമകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഹിറ്റും ആയിട്ടുണ്ട്. ഇങ്ങനെ പല പടങ്ങളിലും ഇനി ഒരേ റൈറ്റർ അതായത് ഒരേ ബേസ് ലൈനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ട് സൂപ്പർ ഹിറ്റ് അടിപ്പിച്ചിട്ടുണ്ട്. പഞ്ചാബി ഹൗസ്, റാഫി മെക്കാട്ട്, 2 പെണ്ണുങ്ങള് ഒരാണിനെ സ്നേഹിക്കുന്നതും ഈ ആണ് ഇവർ ആരെ സ്വീകരിക്കണം എന്ന് പറയുന്ന ഒരു കോൺഫ്ലിക്റ്റാണ്. ക്ലൈമാക്സിൽ പേര് മറന്നില്ല, ജോമോളുടെയും മറ്റേ പേര് മറന്നേ മോഹിനിയുടെ. അപ്പൊ ഈ 2 പേര് എന്നിട്ട് ഇപ്പം പ്രണയിച്ചു പോയി എന്നുള്ള മോഹിനി നിൽക്കുന്നു, പഴയ കാമുകി നിൽക്കുന്നു. ആ 2 പേരുടെ കോൺഫ്ലിക്റ്റിൽ പെട്ടുപോകുന്ന നായകനാണ് ക്ലൈമാക്സിൽ ഈ പ്രക്ഷുബ്ധാവസ്ഥ സൃഷ്ടിക്കുന്നത്. ഇതിലാണ് ഇനി അവരുടെ തന്നെ അടുത്ത പടം അനിയൻ ബാവ ചേട്ടൻ ബാവ. അതെനിക്ക് ആദ്യത്തെ പടമായിരുന്നു അനിയൻ ബാവ ചേട്ടൻ ബാവ കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് തോന്നുന്നു പഞ്ചാബി ഹൗസ്, അത് ഓർമ്മ സമയം തെറ്റിപ്പോയി. അപ്പൊ ഈ അനിയൻ ബാവ ചേട്ടൻ ബാവ എന്താ 2 പെണ്ണുങ്ങൾ ജയറാമിനെ സ്നേഹിക്കുക. ക്ലൈമാക്സ് ആയപ്പോഴത്തേക്ക് ഇതിൽ ആരെ സ്വീകരിക്കണമെന്ന് അറിയാൻ വയ്യാതെ ജയറാം കിടന്ന് വലിയുന്നിടത്താണ് ഇത് തെങ്കാശിപ്പട്ടണത്തിൽ ഒരു പെണ്ണിനെ കൂടെ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവിടെയും 2 പെണ്ണ് ഒരാളെ സ്നേഹിക്കുന്നത്, ഒരാണ് 2 പെണ്ണ്. സുരേഷ് ഏട്ടന്റെ കഥാപാത്രവും ലാലിന്റെ കഥാപാത്രവും ഇവിടെ സംയുക്ത 2 പേരെ സ്നേഹിക്കുന്നില്ല. നായിക 2 പേരെ സ്നേഹിക്കുന്നില്ല. 2 പെണ്ണുങ്ങൾ ഒരാളെ, ഗീതു മോഹൻദാസും സംയുക്ത വർമ്മയും സുരേഷ് ഗോപിയും സ്നേഹിക്കുകയാണ്. അതായത് ഇതെല്ലാം ഒറ്റ റൈറ്റേഴ്സാണ്. ഇവര് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മാറ്റി മറിച്ചു വിട്ടിട്ട് വേറൊരു പശ്ചാത്തലത്തിൽ ഇതാണ് ഇവരുടെ കഥയുടെ ബേസ് എലമെന്റ്.
ഇതിൽ ക്ലൈമാക്സ് സംഭവിക്കുന്നത് അതാണല്ലോ. ഇപ്പം ഞാനൊക്കെ എപ്പോഴും കഥ എഴുതുമ്പോൾ കഥയെ പറ്റി ചിന്തിക്കുമ്പോഴോ ഒരാൾ എന്നോട് വന്ന് കഥ പറയുമ്പോഴോ നമുക്ക് എങ്ങനെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്, ക്ലൈമാക്സ് എങ്ങനെ വേണം. എൻ്റെ കയ്യിൽ 100,000 സിനിമ എഴുതാനുള്ള സീക്വൻസുകളുണ്ട്. അത് ജോയിച്ചേട്ടൻ പറയും, ഇവിടെ നിന്റെ കയ്യിലുള്ളതിൻ്റെ അത്രയും മുത്ത് എന്നാണ് പുള്ളി പറയുന്നത്. ഒരു സിനിമ ഒരു മാലയാണെങ്കിൽ ചരടാണ് ഈ ബേസ് ത്രെഡ് എന്ന് പറയുന്നത്, അതിൽ കോർക്കാനുള്ള മുത്തുകൾ ആണ് സീനുകൾ എന്ന് പറയുന്നത്. ഇത് 100,000 സീനുകൾ എൻ്റെ കയ്യിലുണ്ട്. കാരണം അത്രയേറെ ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പോകാത്ത മേഖലകളില്ല. ഏത് മേഖലയിൽ പോയാലും ആ മേഖലയെക്കുറിച്ച് എനിക്കൊരു സാമാന്യ ഒരു ചെറിയ നോളജെങ്കിലും ഉണ്ടാവും. അപ്പൊ അത്രയും മുത്തുണ്ട്. പക്ഷെ എന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് കോർക്കാനുള്ള ഒരു നല്ല ചരട് എനിക്ക് കിട്ടുന്നില്ല. അതായത് ക്ലൈമാക്സ് ഒരു സിനിമ എങ്ങനെ അവസാനിക്കുമെന്നൊരു സിനിമ അറിഞ്ഞാൽ അവിടം വരെ നമുക്ക് എഴുതി പിടിപ്പിക്കാൻ പറ്റും. ഇത് ബുദ്ധിയുള്ള പല റൈറ്റേഴ്സും നമ്മൾ പോലും അറിയാതെ ഇവർ നമ്മളെ കബളിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പക്ഷേ സിനിമയുടെ ആസ്വാദനം ആസ്വദിച്ച് പോവാന്നുള്ളതാണ്. ഇതെല്ലാം ഹിറ്റടിച്ച പടങ്ങളുമാണ്. അതെ, പക്ഷേ കുറെ കഥകൾ എഴുതി വെച്ചെന്ന് പറഞ്ഞു. അതിൽ ഏത് കഥയായിരിക്കും അഖിൽ മാരാർ സംവിധാനം ചെയ്യാൻ പോകുന്നത്? അഖിലേട്ടൻ ചെയ്യുന്ന ഒരു മാസ പടമാണ്, സ്റ്റോറി എഴുതാനുള്ള കപ്പാസിറ്റി ചെയ്യൂ. അങ്ങനെ നമ്മളിവിടെ എന്തെടുക്കും. ഞാൻ യഥാർത്ഥ വേറെ അല്ല, മാസ് ക്ലാസ് എന്നുള്ളതൊന്നും അല്ല കാര്യം. സത്യസന്ധമായി പറഞ്ഞാൽ എന്റെ കുറച്ച് കൺഫ്യൂഷൻ കിടക്കുന്നത് എന്നെ തൃപ്തിപ്പെടുത്തണം ഇനി ഒരു സിനിമ. സത്യസന്ധമായി പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള കഥകൾ എല്ലാം ആർട്ടിസ്റ്റുകൾ ഡേറ്റ് തന്നിട്ടുള്ള കഥകളാണ്. ഏറ്റവും വലിയ കഥ കേട്ടിട്ട് നോ പറയുന്ന ഒരാളാണ് ജോയിച്ചേട്ടൻ. മലയാളത്തിലെ പല പ്രമുഖ റൈറ്റേഴ്സിനടുത്തും മുഖത്ത് നോക്കിയിട്ട് നോ പറഞ്ഞിട്ടുള്ള ഒരാൾ എൻ്റെ 2-3 കഥകൾ കേട്ടിട്ടും ഇവിടെ ഇത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ അജു വർഗീസിനോട് ഒരു കഥ പറഞ്ഞപ്പോൾ അജു ചാടി ഇറങ്ങിയിട്ട് ഇപ്പം നമുക്കിത് മമ്മൂക്ക എടുത്ത് പറയണം. ഡബ് ചെയ്തുകൊണ്ടിരുന്ന അജു ഡബ്ബിക്ക് നിർത്തി വെച്ചിട്ട് എന്നെ വിളിച്ചിട്ട് ടൗൺകൂർ ഫോർട്ടിൽ പോയിട്ട് ഡീറ്റെയിൽസ് കേൾക്ക്. പക്ഷെ എനിക്ക് ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്തെന്ന് വെച്ചാൽ എനിക്ക് ഒരിക്കൽ അടിപൊളിയൊന്ന് തോന്നുന്നൊരു സാധനം എനിക്ക് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മോശമായിട്ട് തോന്നും. ഞാൻ പിന്നെ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. കാര്യം അതിനകത്ത് പറ്റിയൊരു പാളിച്ചെന്നറിയാമോ, ഞാൻ ലൈഫിൽ ഈ ഭയങ്കര വലിയൊരാളൊന്നും ആവാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ സ്വപ്നം കണ്ടില്ല. എന്നെ കുറെ ആൾക്കാർ പരിഹസിച്ചു, എനിക്ക് ഷോർട്ട് ഫിലിം എടുക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞു. ഞാനൊരു സിനിമ എടുത്ത് കാണിച്ചു. അത് വിജയിക്ക് പരാജയപ്പെടുന്നൊന്നും എൻ്റെ മാറ്ററൊന്നും അല്ല. നിനക്ക് ഷോർട്ട് ഫിലിം എടുക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ച ഒരു വിഭാഗം എൻ്റെ സുഹൃത്തുക്കളോട് നാട്ടുകാരുടെ മുന്നിൽ ഒരു സിനിമ എടുക്കുക. ബിഗ് ബോസിൽ നീ കയറത്തില്ല, നിന്നെ കയറ്റത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ ബിഗ് ബോസിൽ കയറുക, അവിടെ ജയിച്ച് പുറത്തിറങ്ങി വരിക. ഇപ്പൊ ആരും എന്നെ പരിഹസിക്കുന്നില്ല. ഇനിയിപ്പോ ഒരാള് രാഷ്ട്രീയത്തിൽ കയറാൻ പറ്റൂല, അതൊക്കെ വിചാരിച്ച നാളെ കയറാന്ന് കാര്യമില്ല. പക്ഷേ ഇടയ്ക്ക് എന്നുള്ള രീതിയിലേക്ക് ഈ തുറന്നു പറച്ചിൽ എപ്പോഴെങ്കിലും അതൊരു അപ്പുറത്തെ വശത്ത് ഞാൻ പിന്നെ എൻജോയ് ചെയ്യുന്ന പ്രോസസ് ഇതൊക്കെ. ഇങ്ങനെ നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് വല്ല വഴക്കൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പോകും. നാട്ടുകാർക്ക് വേണ്ടി സംസാരിക്കലാണോ സംസാരിച്ചിട്ട് അല്ലല്ല, അത് നമ്മളെ എതിർക്കുന്നത് ആരാണോ എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം. ഇപ്പം കുറേ കഴുതപ്പുലികളെല്ലാം കൂടെ ചേർന്ന് നിന്നൊരു സിംഹത്തിനെ നോക്കി കുറെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നതല്ല. അതിനൊരു റീസൺ ഉണ്ടെങ്കിൽ ആ സിംഹം അത് മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളെ ആര് പരിഹസിക്കുന്നു എന്നുള്ളതല്ല, എന്തിന് പരിഹസിക്കുന്നു എന്നുള്ളതാണ് ഞാൻ കാരണമായിട്ട് എടുക്കുന്നത്. ഇപ്പം ഞാൻ വനിതാ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് കോമാളിത്തരം കാണിച്ചതിൻ്റെ പേരിലാണോ എന്നെ പരിഹസിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും അല്ല, ഞാൻ പൊളിറ്റിക്കൽ അഭിപ്രായം പറഞ്ഞിട്ടാണ്. ഞാനൊരു പൊളിറ്റിക്കൽ ലീഡറെ ചോദ്യം ചെയ്തതിലാണ്. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളും എൻ്റെ അഭിപ്രായങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയാകുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ എന്നെ കുറ്റം പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. ഞാനാണ് ശരി എന്ന് പറയുന്ന ഒരു സത്യത്തിലേക്ക് ഞാൻ എത്തിച്ചേരുകയാണ്. അപ്പം നമ്മളെ ഒരാൾ എതിർക്കുന്നു, അതാ ഞാൻ പറയുന്നത്, നമ്മളെ ആൾക്കാർ എതിർക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. നമുക്ക് നമ്മുടെ ക്യാരക്ടറിനാണ് നമ്മളെ എതിർക്കുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല. അതേസമയം പെണ്ണ് കേസോ കഞ്ചാവ് കേസോ മയക്കുമരുന്ന് കേസോ മറ്റെന്തെങ്കിലും തരിയുടെ പരിപാടികളോ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടാണ് ആൾക്കാർ എതിർക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ കുത്തിയിരുന്നോണം. ഈ നേരത്തെ അഭിഷേകിനോട് ചോദിച്ചു അതേ ഒരു പേടി ഇവിടെ ഇപ്പൊ അവിടെ നമുക്ക് കമ്മ്യൂണിറ്റിക്കെതിരെ സംസാരിച്ചാണെങ്കിൽ കിട്ടുന്ന സപ്പോർട്ടിനെ ബാധിക്കുമെന്ന് ചോദിച്ചു. ഇപ്പൊ പലപ്പോഴും അഖിലേട്ടനാണെന്നുണ്ടെങ്കിലും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പ്രസ്താവന ഏതെങ്കിലും ഒരു ഭാഗത്തെ വിഷമിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള രാഷ്ട്രീയക്കാർക്ക് വിഷമമൊന്നുമില്ല. രാഷ്ട്രീയക്കാർക്ക് ഒരു വിഷമവുമില്ല. അവരിപ്പം മറ്റേ രാഷ്ട്രീയക്കാർ വിഷമമില്ലെങ്കിലും ആ രാഷ്ട്രീയത്തെ ഒരു കക്ഷി രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന അവർ നമ്മളെ ചിലപ്പോൾ അനുകൂലിക്കത്തില്ലായിരിക്കും. പക്ഷെ എന്നെ അനുകൂലിക്കുന്ന ഒരുപാട് കമ്മ്യൂണിസ്റ്റുകളുണ്ട് കേട്ടോ. സത്യസന്ധമായി പറഞ്ഞാൽ ഇപ്പം ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ അല്ലേ ഞാൻ സ്പീക്കർ ആയിട്ടുള്ള പ്രോഗ്രാം ഏകദേശം ഞാനും ഡെപ്യൂട്ടി കേരള നിയമസഭാ സ്പീക്കറാണ് ഷംസീർ സാർ. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാനൊരു വേദി പങ്കിടുകയാണ്. അപ്പം അദ്ദേഹത്തിന് പറഞ്ഞൂടെ, ഞാൻ അദ്ദേഹം ഉദ്ഘാടനം, ഞാൻ മുഖ്യാതിഥിയുമായിട്ട് വരുന്നൊരു പരിപാടി രാഷ്ട്രീയത്തെ അല്ല. അവർ വളരെ വളരെ ബോധതലത്തിലാണ്, ഒരുപാട് ഉയർന്ന തലത്തിലാണ് രാഷ്ട്രീയ നേതാക്കന്മാർ നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥം അവരുടെ സാംസ്കാരിക മേഖലയിൽ ചിലപ്പോൾ എന്നെ ഭാഗമാക്കണമെന്നില്ല. ഞാൻ കൂടുതൽ കാണുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗങ്ങളിലായിരിക്കും. കാരണം ഞാൻ ആ രാഷ്ട്രീയം അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയം അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതാണ് എൻ്റെ ഒരു രാഷ്ട്രീയം. മറ്റേത് ഞാൻ എതിർക്കും. പക്ഷെ അതിൻ്റെ അർത്ഥം അവർ സോഷ്യൽ മീഡിയയിലെ കമൻസ് കാണണ്ട. ഞാൻ ഇന്ന് രാവിലെ കത്തനാർ സിനിമയുടെ പോസ്റ്റർ ഞാൻ കണ്ടു. അപ്പോൾ ജയസൂര്യക്ക് ആശംസ വെച്ചുകൊണ്ട് പോസ്റ്ററാണ്. അതിൻ്റെ അടിയിലെ കമൻസ് ഞാൻ വായിച്ചിട്ട് ഞാൻ തന്നെ ആലോചിച്ച്, ജയേട്ടൻ ഒരു പടം ചെയ്തിട്ട് 3 വർഷമായി, അയാളെ എന്തും വേണ്ടി നീ ചുമ്മാ ഈ കമൻ്റ് ഒന്ന് വായിച്ചു നോക്ക്. ഒരു കാര്യവുമില്ലാതെ ചുമ്മാതെ എപ്പോഴും സ്ക്രോൾ ചെയ്ത് നോക്കുന്നു. മലയാള സിനിമ മാത്രം വർക്ക് വായിക്കണ്ട, ചുമ്മാ വായിച്ചു.
തെറി 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 ഒരു കാര്യമില്ല. കാരണം അതിപ്പം മറ്റേ പന്നികൾക്ക് ഇഷ്ടം മറ്റേ മലവാ, നമുക്ക് കുറ്റം പറയാൻ പറ്റും. സോഷ്യൽ മീഡിയ കമന്റ് ഇടുന്ന ഇങ്ങനെ ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, നമ്മൾ അവരെ അവഗണിക്കുക എന്നുള്ളത്. പക്ഷെ ഭാഷ ഭയങ്കര കട്ടികളായി, സംതൃപ്തി ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നവരുണ്ട്. ഇത് മുഖമില്ലാത്ത ഞാനേ രോഹ ഇത് പറയുമ്പോൾ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ നമ്മുടെ പടത്തിന്റെ ട്രെയിലർ ലോഞ്ച് ചെയ്തു. അപ്പൊ ഇവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങളെന്നല്ല ഞാൻ പറയുന്നത്, ഈ മൊബൈലും കൊണ്ട് തിയേറ്ററിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാർ, അതിൽ തന്നെ കുറച്ച് മര്യാദക്കാരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ എന്നെ 1-2 ബ്ലർ ചെയ്തിട്ട് വിട്ടു. കാര്യം എന്തെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ നീ പറഞ്ഞില്ലേ കമൻറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഈ രതി വൈകൃതങ്ങളും അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തിനകത്ത് കയറി മറ്റൊരാളെ വിഷമിപ്പിച്ച് സന്തോഷം കണ്ടെത്തുന്ന കുറേ മാനസിക രോഗികൾ നമ്മുടെ ഇടയിലുണ്ട്. ഇവന്മാർ ഒരു കാര്യവുമില്ലാതെ ഈ സ്ത്രീകളെ പറ്റി ആക്ഷേപം പറഞ്ഞും അവരെ പറ്റി തെറി പറഞ്ഞ് നടക്കും. അപ്പം ഞാനിങ്ങനെ ഒരിക്കലും സജഷനായിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പലരുടെയും വീഡിയോസ് എടുക്കുമ്പോഴത്തേക്ക് ഇതൊന്നും പൊതുജനാഭിപ്രായത്തിൻ്റെ ആവശ്യമില്ല. അത്തരം വീഡിയോസിൽ നിങ്ങൾ പൊതുജനാഭിപ്രായം വേണ്ടാത്ത വീഡിയോസിലെ കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്ത് വെക്കും. അപ്പോൾ ഓഫ് ചെയ്ത് വെക്കുമ്പോൾ അറിയുമോ, ഒരു പെണ്ണിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ അവളുടെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടിട്ട് ഒരു കമൻറ്റ് ഇട്ട് ഒന്ന് ആസ്വദിക്കണം. കാര്യം ഇവൻ്റെ അമ്മയും പെങ്ങളൊന്നും അല്ലല്ലോ. ഇപ്പം എന്തെങ്കിലും തള്ളയ്ക്കുന്ന എന്തെങ്കിലും വിളിക്കണമെന്ന് ഇവന് കമൻറ്റ് ഇടാൻ പറ്റുന്നില്ല. ഇവന് പ്രാന്ത് പിടിക്കും. ഇവനെ പ്രാന്ത് പിടിപ്പിക്കാൻ ബെസ്റ്റ് ഓപ്ഷൻ കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്യാനുള്ള. ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിന് സിനിമ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യത്തില്ല. ഈ PR-കാർ വിളിച്ചു ഇവർ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞു, നിങ്ങളാരും എന്നെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ദേവി എടുക്കരുത്, അല്ലെങ്കിൽ ഈ കുറത്തരത്തിൽ ഞാൻ പോകുന്ന ആളല്ല, നിങ്ങളാരും എന്നെ അങ്ങനെ കണ്ടിട്ടും കാണത്തില്ല. പക്ഷെ ഒരു അഭിപ്രായം പറഞ്ഞപ്പം ആ അഭിപ്രായത്തെ ഇവർ സ്വീകരിച്ച രീതി ഇങ്ങനെ, അതാണ് പ്രശ്നം. അപ്പം ബോധപൂർവം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആരുടെ അമ്മയും പെങ്ങളെയും വിറ്റിട്ടായാലും വേണ്ടിയില്ല, ഞങ്ങളുടെ ഒരു കണ്ടന്റിന് റീച്ച് വേണം. ഈ മനോഭാവം ശരിയല്ല. അപ്പോൾ അത് നാളെ നിൻ്റെ ഭാര്യയോ നിൻ്റെ മകളോ മറ്റൊരാളോ ആകുമ്പോഴേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കറിയത്തുള്ളൂ. ഏറ്റവും റീസെൻറ്റ് ജയറാമേട്ടൻ്റെ മകളുടെ ഒരു വീഡിയോ, എന്തിനാണ് ഇങ്ങനെ അവർ ആ കുട്ടി ഏതെങ്കിലും രീതിയിൽ സമൂഹത്തിൽ മോശം രീതിയിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്ന ഒരാളാണോ? ചിലപ്പോൾ ലൈറ്റ് അടിക്കുന്ന സമയത്തോ അല്ലാതെയോ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബ്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ലൈറ്റ് വല്ലതും അടിക്കുന്ന സമയത്ത് അതിനകത്ത് ഇങ്ങനെ ആക്ഷേപിച്ച് കമൻ്റ് ഇട്ട് ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ, എന്നാൽ ഇത് കാണിച്ച് കാശുണ്ടാക്കാൻ നടക്കുന്ന പെണ്ണുങ്ങളുമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് അവരെ നിങ്ങൾ ആ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ അത് സമൂഹത്തിൽ നിങ്ങൾ കുറേയൊക്കെ നമ്മളെല്ലാവരും കൂടെ ഒക്കെ ചിന്തിച്ചാൽ കൊണ്ടുവരാൻ പറ്റുന്ന കുറേ മാറ്റങ്ങളുണ്ട്. അത് ഇവരാരും ചിന്തിക്കത്തില്ല. അപ്പോൾ അഭിപ്രായം പറയുമ്പോൾ ഉടനെ എതിർക്കാൻ വരും. അത് ഞാൻ കൂട്ടത്തിൽ കൂട്ടിയത്. നീ കമന്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത്. അതെ, പലപ്പോഴും അങ്ങനെയാണ്. ഈ മുഖമില്ലാത്തോടത്ത് നിന്ന് തന്നെയാണ് ഇത്തരം വാക്കുകൾ ഉപയോഗിച്ച് വരാറുള്ളതും. അങ്ങനെ ലാലേട്ടനോട് ഈ അടുത്ത് ചോദിച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞില്ലേ, മുഖമില്ലാത്ത കമന്റുകൾക്ക് നമ്മൾ എന്തിനാ മറുപടി കൊടുക്കുന്നത്. ഈവൻ ജാസ്മിനും ഗബ്രിയൊക്കെ കഴിഞ്ഞ സീസൺ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ലാസ്റ്റ് ഒരു വിവാദത്തിൽ പോയി പെട്ടെങ്കിൽ അത് അറിവില്ലായ്മ കൊണ്ടാണെന്ന് പറഞ്ഞാൽ അല്ല, ശരിക്കും എന്താ അതിനോട് അഭിപ്രായം? ജാസ്മിൻ വളരെ മര്യാദയ്ക്ക് മാപ്പ് പറഞ്ഞു. പക്ഷേ സായി ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. അതൊരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. സായി അവിടെ കൃഷ്ണ ഇറങ്ങി ഓടുവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീഡിയോ ചെയ്തൊക്കെ ഞാൻ എന്തൊക്കെ കണ്ടു. ഫുള്ള് ഞാൻ വീഡിയോ കേട്ടില്ല, ഞാൻ പറയുന്നത് കേട്ടു. അതുപോലെ 1-2 പേര് ആ വിഷയത്തിൽ ജാസ്മിനെ അനുകൂലിച്ച്. ജാസ്മിൻ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് പലപ്പോഴും നിന്നുള്ള രീതിയിലേക്ക് ടെമ്പിളായിട്ട് റീൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു പ്രാധാന്യത്തെ ചിലപ്പോൾ മനസ്സിൽ പോയിട്ടില്ല. പക്ഷെ നമ്മൾ ഓരോ റിലീജിയസ് പ്ലേസിന് അതിൻ്റെതായിട്ടുള്ള റെസ്പെക്ട് കൊടുക്കണം. ഇപ്പം അബുദാബി മോസ്ക്, ഷെയ്ഖ് സായദ് മോസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ റീൽ എടുക്കാൻ പറ്റത്തില്ല, തട്ട വിടാതെ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അവര് തന്നേക്കുന്ന ഒരു റോളല്ലേ. നമുക്ക് ഈ റീൽ പട്ടായ പോയല്ലോ, ആ പട്ടായ പോയി കാണിക്കുന്നത് എന്തിനാണ്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി കാണിക്കണം. ഇതെന്തിനത്ര വാശി? നമുക്ക് അതിനുള്ള സ്പേസ് ഇവിടെ ഉണ്ടല്ലോ. കേരളത്തിൽ നിങ്ങൾക്ക് റീൽസ് എടുക്കാനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ ഞാനതാ പറഞ്ഞത്, ഞാൻ ജാസ്മിനെ തെറ്റുപറ്റിയെന്ന് പറയാം. ആ തെറ്റ് അവൾ മനസ്സിലാക്കി, അവൾ പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞു. പക്ഷെ ജാസ്മിനെ ന്യായീകരിക്കാൻ വേണ്ടി വരുന്നവർ കാണിക്കുന്നത് മര്യാദകേടാണ്. കാരണം ഇവിടെ യേശുദാസ് എന്ന് പറയുന്ന ഗായകൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ഗുരുവായൂരമ്പലത്തിൽ കയറാൻ പറ്റാത്തതിനെ തുടർന്ന്. ഇനി ഗുരുവായൂരമ്പലത്തിലെ ചിട്ടവട്ടങ്ങൾ മാറ്റണോ, അല്ലെങ്കിൽ അവിടെ ഹൈന്ദവർക്ക് മാത്രം കയറിയാൽ മതിയോ, ബാക്കിയുള്ളവരെല്ലാവരും കയറണോ എന്നുള്ള ചർച്ചകളൊന്നും ഈ പറയുന്ന റീൽസ് ടീമുകളല്ല തീരുമാനിക്കേണ്ടത്. അതിൻ്റെ ആചാര്യന്മാരുണ്ട്, അവരൊരു തീരുമാനമെടുത്ത് അവിടെ കയറും. ഇപ്പം ശബരിമല എല്ലാ മതസ്ഥർക്കും തുറന്നു കൊടുത്തേക്കല്ലേ, അവിടെ പൊക്കോ. അപ്പം എത്രയോ ക്ഷേത്രങ്ങളുണ്ട്, നമ്മുടെ ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട്, അവിടെയൊക്കെ നിങ്ങൾക്ക് പോകാം, പ്രാർത്ഥിക്കാം, റീൽസ് എടുക്കാം. ചില ക്ഷേത്രങ്ങളിൽ അവർക്ക് സന്തോഷമാണ് നിങ്ങൾ ഇവിടുത്തെ റീൽസ് എടുത്ത് 4 പേരെ കാണിച്ചു. അതൊക്കെ അങ്ങനെ വളരെ സ്വാഗതാർഹമായി സ്വീകരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ ഗുരുവായൂരമ്പലത്തിന്റെ മുന്നേ പോലെ ഇപ്പൊ റനീഷ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, അത് അനുവദനീയമായ സ്ഥലത്ത്, ആ ക്ഷേത്രത്തിന്റെ നിയമങ്ങൾ അനുശാസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവിടെ വീഡിയോ എടുക്കുന്ന ഗുരുവായൂരമ്പലത്തിന്റെ ഫ്രണ്ടിലല്ലേ നന്ദന സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇതൊക്കെ ചെയ്യാം, പക്ഷേ അവിടെ അതങ്ങനെയാണ് അവിടുത്തെ വിശ്വാസം.
അല്ലാതെ അമ്പലത്തിൽ കാല് കഴുകിയാൽ ശ്രീകൃഷ്ണൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുക എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ല അവിടെ. ഓരോ ക്ഷേത്രങ്ങളും അത് ആദ്യം ഇവർക്ക് ക്ഷേത്രം എന്താണെന്നും അവിടെ ഒരു വിഗ്രഹം എങ്ങനെയാണ് പ്രതിഷ്ഠിക്കുന്നതെന്നും ആ പ്രതിഷ്ഠയുടെ പ്രാധാന്യം എന്താണെന്നും ആ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് അവരുടെ ആ മന്ത്രത്തിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും അവിടെ അനുശാസിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്താണെന്നും ഒക്കെ മനസ്സിലാക്കാൻ ബോധമുള്ളവും വേണം ഇത് പറയാൻ. ഇതിനെക്കുറിച്ച് ഏക്കും പൂക്കും അറിഞ്ഞുകൂടാതെ ലോകത്ത് നടക്കുന്ന സകല വിഷയങ്ങൾക്ക് നമ്മൾ അഭിപ്രായം പറയുന്ന കണക്ക് ഇത്തരം വിഷയങ്ങൾക്ക് അഭിപ്രായം പറയാതിരിക്കുക. അതാണ് ഏറ്റവും മാന്യത. ഓക്കെ, ഒരുപാട് ആൾക്കാർക്ക് വിഷമമുള്ള കാര്യമാണെങ്കിൽ നമ്മൾ അപ്പോഴേ സോറി പറയാം. രീതിയിൽ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് പേഴ്സണലി ജാസ്മിനോട് ഞാൻ യോജിക്കുന്നു. ആ ചെയ്തതിനല്ല, അവള് അതിനുശേഷം പറഞ്ഞൊരു കാര്യം. അതേസമയം നമ്മളിപ്പം പറഞ്ഞത് അതാണ്. അതേസമയം സീസൺ 6 കോണ്ടന്റ് വൈസ് ജനങ്ങൾക്ക് അരോചകമായതിനോടൊപ്പം തന്നെ മത്സരാർത്ഥികൾ പുറത്തു നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഒരു പരിധി കടന്നു. ആവശ്യത്തിനൊക്കെ വേണം, ഒരു വിഷയങ്ങൾക്കൊക്കെ പ്രതികരിക്കാം, ആവശ്യത്തിനൊക്കെ സംസാരിക്കാം. പക്ഷെ അതൊരു പരിധി കടന്ന് ബിഗ് ബോസ് എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു നാണക്കേടായിട്ട് മാറി. ഞാൻ പേഴ്സണലി രോഹനോട് പറയട്ടെ, ഹൈക്കോടതി ജഡ്ജിമാരുൾപ്പെടെ എനിക്ക് വീട്ടിൽ വിളിച്ച് ഫുഡ് വന്നിട്ടുണ്ട്. അതായത് ഒന്ന് വരണ, അതായത് നമ്മളത് കണ്ട് ഇഷ്ടപ്പെട്ട് അതുപോലെ ഒരു സുഖമില്ലാതെ കിടന്ന ഒരു വലിയ ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു ലേഡി ആ സമയത്ത് നമ്മുടെ സീസൺ കണ്ട് ഇഷ്ടപ്പെട്ട് അവരുടെ മരിച്ചുപോയ മകനെ ഞാനുമായിട്ട് സങ്കല്പിച്ച് അങ്ങനെ ആ വീട്ടിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ എത്രയോ പേരുണ്ട്. ഇപ്പോഴും ക്യാൻസർ ബാധിച്ച്, അതായത് ഇവരൊക്കെ കാരണം ഇവർക്ക് കണക്റ്റ് ആവുന്നതേ ഇവരുടെ മകനോ അനിയനോ ആരെങ്കിലും ഒക്കെ ആയിട്ട് കണക്റ്റ് ആവും നമ്മളെ. ഇപ്പം എൻ്റെ കുട്ടികൾ വരുമ്പോൾ ഞാൻ ആ കുട്ടികളെ സ്നേഹിക്കുന്ന വീഡിയോ കാണുമ്പോഴത്തേക്ക് ഒരുപാട് അച്ഛൻ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കുട്ടികൾക്ക് അവർക്കൊരു സ്നേഹിക്കുന്ന ഒരു അച്ഛൻ്റെ ഒരു കണ്ടന്റ് അവിടെ കിട്ടുകയാണ്. അല്ലെങ്കിൽ ഒരു സ്നേഹിക്കുന്ന ഒരു ഭർത്താവിൻ്റെ കണ്ടന്റ് ഒരു ഭാര്യയ്ക്ക് കിട്ടുകയാണ്. ഒരു നല്ല സുഹൃത്തിൻ്റെ ഒരു ഇമോഷൻസ് അവർക്ക് കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നതിൽ വ്യത്യസ്തമായിട്ട് ഇത് കാണുമ്പോൾ തന്നെ തലപെരുക്കുന്ന നിലയിലേക്ക് ഈ കഴിഞ്ഞ സീസണിലെ കുറേ കണ്ടന്റുകൾ പോയി. അതിനുശേഷം പുറത്തിറങ്ങിയവർ ഈ റീസെൻ്റായിട്ടൊക്കെ നടന്ന വിന്നർക്ക് ഉൾപ്പെടെ വന്നേക്കുന്ന പ്രശ്നങ്ങൾ, ഒരു വഴക്ക് വരുന്നതോ ഒരു കേസ് വരുന്നതോ അല്ല പ്രശ്നം. കേസൊക്കെ വരാം. ഇപ്പോൾ എനിക്കും കേസൊക്കെ വന്നിട്ടുണ്ട്. അത് എന്തിനാണെന്നുള്ളത്, നമ്മൾ എന്തിനു സംസാരിച്ചപ്പോഴാണ് കേസ് വന്നതെന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇത് ഒരു പരിധി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി, ഒരാളുടെ അടുത്ത് ഞാൻ ഇവരോടും പറഞ്ഞു, എങ്ങനെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് കയറാൻ പറ്റത്തില്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിൻ്റെ വിന്നർ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ നാണക്കേടായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ തന്നെ പറഞ്ഞു.